ഒരു കുഞ്ഞിന്റെ അമ്മയുടെ മെസ്സേജാണ്. മോള് പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. പാട്ടിലും ഡാൻസിലും എന്ത് പരിപാടി സ്കൂളിൽ പറഞ്ഞാലും ആദ്യം ഓടിപ്പോയിക്കൊണ്ടിരുന്ന മോളാണ്. പക്ഷെ ഇപ്പൊ പഠിക്കാൻ താല്പര്യമില്ല, സ്കൂളിലെ പരിപാടികൾക്ക് പോകാൻ താല്പര്യമില്ല, എന്ത് പരിപാടിക്ക് വിളിക്കാൻ പോകാൻ പറഞ്ഞാലും കുഞ്ഞിന് മടിയാണ്, പേടിയാണ്. അങ്ങനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നാണ്. കുഞ്ഞിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞിന്റെ ക്ലാസ്സിൽ ഒരു കൂട്ടുകാരി കുഞ്ഞിനെ വളരെയധികം കളിയാക്കുന്നുണ്ട്, ബുള്ളി ചെയ്യുന്നുണ്ട്. അതുപോലെ ആ കുഞ്ഞ് സ്പ്രെഡ് ചെയ്യുന്ന വാർത്തകൾ കേട്ട് മറ്റു കൂട്ടുകാരായിരുന്ന കുട്ടികൾ വരെ അവളോട് അകൽച്ച പാലിച്ചു തുടങ്ങി. അങ്ങനെ ക്ലാസ്സിൽ അവളോട് ആരും സംസാരിക്കുന്നില്ല. എന്താണ് ചോദിച്ചപ്പോൾ അവളെ പറ്റി വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ സ്പ്രെഡ് ചെയ്യുന്നു. അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ല, കളിക്കാൻ താല്പര്യമില്ല, എന്ത് ചെയ്യും ഡോക്ടർ, എൻ്റെ മോളെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാണ് അമ്മ വന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറില്ലേ? കുഞ്ഞു മക്കൾക്ക് നമുക്ക് ഈ ഇങ്ങനെ വാർത്തകൾ കേൾക്കുമ്പോൾ എന്ത് വിഷമം തോന്നും. അപ്പോൾ കുഞ്ഞു മക്കളാകുമ്പോൾ അവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊച്ചു കുട്ടികളെ വരെ ഇങ്ങനെയുള്ള വാർത്തകൾ ബാധിക്കാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ കാര്യം പോസിറ്റീവായിരിക്കാനാണ്. കാരണം പറയുന്ന മനുഷ്യരുടെ അല്ലെങ്കിൽ ജലസി അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്ന ഒരു വികാരം ചെറിയ പ്രായത്തിലേ പ്രകടിപ്പിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ഉള്ള സ്വഭാവ വൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ കൊച്ചു കുട്ടികളോട് നമ്മുടെ കുഞ്ഞു മക്കളെ പറയേണ്ട കാര്യം, ആ വാർത്തകളിലൊന്നും തളരാതിരിക്കാൻ നമ്മൾ പോസിറ്റീവായിരിക്കുക. പിൻവാങ്ങുന്ന ഓരോ സ്റ്റെപ്പും, അതായത് കുഞ്ഞ് കളിക്കാൻ പോകാതെയും പഠിക്കാൻ പോകാതെയും പ്രോഗ്രാമിന് പോകാതെയും ഒക്കെ ഇരിക്കുമ്പോൾ അവൾ തോറ്റു പോവുകയാണെന്നും ശരിയായ മത്സരം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പോസിറ്റീവായിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയും മറ്റൊരാളെ ഫോക്കസ് ചെയ്യാതെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം, സ്വന്തം ഉയർച്ച അല്ലെങ്കിൽ മോളോട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എത്ര കഴിഞ്ഞ തവണ പെർഫോം ചെയ്തു അതിനേക്കാൾ ബെസ്റ്റ് പെർഫോമൻസ് നമ്മുടെ ബെസ്റ്റാണ് നോക്കേണ്ടത്. അല്ലാതെ മറ്റൊരാളുടെ പെർഫോമൻസിനെ അസസ് ചെയ്യാതെ, മറ്റൊരാളെ താഴ്ത്തി കെട്ടാതെ, ആ പറഞ്ഞ വ്യക്തിയെ പോലും നമ്മൾ മോശമായി പറയാതെ ആ പറഞ്ഞ വ്യക്തിയിൽ നിന്ന് അകൽച്ച പാലിക്കുക. കൂടുതൽ ആ പറഞ്ഞ മോളോട് നെഗറ്റീവായി ചിന്തിക്കാതെ നമ്മൾ കൂടുതൽ പോസിറ്റീവായി നല്ല നല്ല പെർഫോമൻസുകൾ, നല്ല നല്ല ഡാൻസുകൾ, നല്ല നല്ല പാട്ടുകൾ, കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ സ്റ്റേജിൽ കയറണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞ കാര്യം, മോള് ചോദിച്ചത് കൂട്ടുകാരുടെ നെഗറ്റീവ് വാർത്തകളെ അവളെ ബാധിച്ചു എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം അമ്മയോട് പറഞ്ഞു, നെഗറ്റീവ് വാർത്തകൾ പറയുന്ന മനുഷ്യർ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് നമ്മളുടെ സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ മറ്റൊരാളെ താഴ്ത്തി കെട്ടുക എന്നുള്ളത് ചിലരുടെ സ്വഭാവ വൈകല്യമാണ്. അതിനെപ്പറ്റി വറീഡാവാതെ കുഞ്ഞിനെ പോസിറ്റീവായി ചിന്തിക്കാനും കൂടുതൽ നന്നായി പെർഫോം ചെയ്യാനും സ്വന്തം ഐഡന്റിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം കീപ്പ് ചെയ്യാനും നല്ല പ്രവൃത്തികൾ ചെയ്യാനും പേഴ്സണാലിറ്റി നന്നായി പെരുമാറാനുമാണ് കുഞ്ഞിനെ പഠിപ്പിക്കുക. ഒരു കാര്യം എല്ലാ അമ്മമാരും കുഞ്ഞുമക്കളോട് പറയണം, എന്താണെന്നോ പോസിറ്റീവായിരിക്കാൻ. നെഗറ്റീവ് വാർത്തകളെ പറ്റി ആലോചിച്ച് വിഷമിക്കുകയേ വേണ്ട. കൂടുതൽ ബെസ്റ്റ് പെർഫോമൻസുകൾ ചെയ്യുക. മോളെ തന്നെ ഫോക്കസ് ചെയ്യുക. നല്ല നല്ല പെർഫോമൻസുകൾ ചെയ്ത് ഹാപ്പി ആയിരിക്കാം. നമ്മൾ ഹാപ്പി ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. മറ്റൊരാളെ ഫോക്കസ് ചെയ്യുക എന്നത് അവനവൻ്റെ ഗ്രോത്തിന് ഒട്ടും നല്ലതല്ല എന്നാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്.